നമസ്കാരം. അമേരിക്കയിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കുറഞ്ഞ ചെലവിലുള്ള ജനറിക് മരുന്നുകൾക്ക് വൻതോതിൽ നികുതി ചുമത്താനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. നിലവിലുള്ള തീരുവ നിരക്കുകൾ 200% വരെയായി ഉയർത്തും എന്നാണ് അമേരിക്കയുടെ പ്രഖ്യാപനം. വിദേശ വിപണികളെ ആശ്രയിക്കാതെ ഔഷധ നിർമ്മാണം പൂർണ്ണമായും അമേരിക്കൻ മണ്ണിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരിക എന്ന ട്രംപിന്റെ സംരക്ഷണവാദത്തിന്റെ ഭാഗമായാണ് ഈ കടുത്ത തീരുമാനം. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കുറഞ്ഞ ചെലവിലുള്ള ജനറിക് മരുന്നുകൾ അമേരിക്കയിലെ കമ്പനികൾ വാങ്ങി വിൽക്കുമ്പോൾ ഇനി മുതൽ വൻ തുക നികുതിയായി നൽകേണ്ടി വരും. പ്രഖ്യാപന പ്രകാരം 2028 ഓഗസ്റ്റ് വരെ നിലവിലുള്ള സ്ഥിതി തുടരുമെങ്കിലും അതിനുശേഷം സ്ലാബുകൾ അടിസ്ഥാനമാക്കി 100%വും 2029 മുതൽ 200% വരെ നികുതി ചുമത്താനാണ് നീക്കം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇന്ത്യയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഉൽപ്പാദന കേന്ദ്രങ്ങൾ നടത്തുന്നതിനു പകരം ഫാക്ടറികൾ യുഎസിലേക്ക് തന്നെ മാറ്റാൻ നിർബന്ധിതരാകുകയാണ് ഈ നീക്കത്തിലൂടെ വൈറ്റ് ഹൗസ് ലക്ഷ്യമിടുന്നത്. ട്രംപിന്റെ ഈ കടുംവെട്ട് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത് ഇന്ത്യൻ ഫാർമ മേഖലയിൽ തന്നെയാണ്. നിലവിൽ അമേരിക്കയിൽ ഉപയോഗിക്കുന്ന സാധാരണ ജനറിക് മരുന്നുകളിൽ പകുതിയോളവും അഥവാ 47% വിതരണം ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികളാണ്. സിപ്ല, സൺഫാർമ, ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങിയ രാജ്യത്തെ മുൻനിര കമ്പനികൾക്കെല്ലാം ഇത് വലിയ സാമ്പത്തിക പ്രഹരമാകും. നേരത്തെ 2026 ഏപ്രിലിൽ സെക്ഷൻ 232 ദേശീയ സുരക്ഷാ നിയമപ്രകാരം ബ്രാൻഡഡ് മരുന്നുകൾക്കും മരുന്ന് കൂട്ടുകൾക്കും 100% തീരുവ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ജനറിക് മരുന്നുകളെ അതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. എന്നാൽ പുതിയ തീരുമാനത്തോടെ പ്രിസ്ക്രിപ്ഷൻ മരുന്നുകളുടെ പ്രധാനപ്പെട്ട എല്ലാ വിഭാഗങ്ങളും അമേരിക്കൻ നിയന്ത്രണ പരിധിയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം ട്രംപിന്റെ പുതിയ വ്യാപാര നയം ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് ഇന്ത്യയെയാണ്. ഇന്ത്യയുടെ ആകെ മരുന്ന് കയറ്റുമതിയുടെ 37.7% അഥവാ $9.7 ബില്യൺ ഉൽപ്പന്നങ്ങളും അമേരിക്കൻ വിപണിയിലേക്കാണ് പോകുന്നത്. അമേരിക്കൻ ബ്രാൻഡഡ് മരുന്നുകളേക്കാൾ 7 മുതൽ 10 ഇരട്ടി വരെ വില കുറഞ്ഞതാണ് ഇന്ത്യൻ ജനറിക് മരുന്നുകൾ എന്നതിനാൽ 100% തീരുവ വന്നാലും ഒരു പരിധിവരെ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കും. എന്നാൽ ഉയർന്ന വിലയുള്ള ജനറിക് മരുന്നുകളുടെ വിൽപ്പനയെ ഇത് സാരമായി ബാധിക്കും. കൂടാതെ ഈ അധിക നികുതി ഭാരം അമേരിക്കയിലെ ഇൻഷുറൻസ് കമ്പനികളും സാധാരണക്കാരായ രോഗികളും വഹിക്കേണ്ടി വരും എന്നതും വലിയ പ്രതിസന്ധിയാണ്. അതേസമയം ഉൽപ്പാദന കേന്ദ്രങ്ങൾ പൂർണ്ണമായി അമേരിക്കയിലേക്ക് മാറ്റുക എന്നത് കമ്പനികൾക്ക് എളുപ്പമുള്ള കാര്യമല്ല. സൺഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, സൈഡസ്, ലൂപ്പിൻ, അരബിന്ദോ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ കമ്പനികൾക്ക് നിലവിൽ യുഎസിൽ പ്ലാന്റുകളുണ്ട്. എങ്കിലും വളരെ കുറഞ്ഞ ലാഭവിഹിതത്തിൽ പ്രവർത്തിക്കുന്ന ജനറിക് മരുന്ന് മേഖലയിൽ പുതിയ വലിയ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വൻതോതിൽ നിക്ഷേപം വേണ്ടിവരും. മാത്രമല്ല, മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾക്കായി അമേരിക്ക ഇപ്പോഴും ഇന്ത്യയും ചൈനയുമാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇന്ത്യയിലെ മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റുകളുടെ 70% വരുന്നത് ചൈനയിൽ നിന്നാണ്. ചൈന അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി തടഞ്ഞാൽ മൊത്തം മേഖലയും സ്തംഭിക്കും. അതിനാൽ ഇന്ത്യ സ്വന്തമായി API ഉൽപ്പാദനം കൂട്ടണമെന്നും അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും GTRI നിർദ്ദേശിക്കുന്നു.